നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അത്തരം ജനാധിപത്യ നിലപാടിലൂടെ അല്ലാതെ പേടിച്ചു കഴിഞ്ഞാൽ എന്തൊരു പെട്ടെന്നറിയോ. ഞാൻ മതത്തിന്റെ ഭാഷ പറയല്ല, എന്നാലും ഓർത്തു നോക്കി, എല്ലാവരും വിശ്വാസികളാണ്, എല്ലാവരും വിശ്വാസികളാണ്. നാവുകൾ ദിക്റുകൊണ്ട് അലങ്കൃതമാണ്, കൈകർത്തി പ്രാർത്ഥനയ്ക്ക് ക്ഷാമമില്ല, എല്ലാ നന്മകൾ കൊണ്ടും അലങ്കൃതമാണ്. നാദം സ്വീകരിക്കട്ടെ. പക്ഷേ സൃഷ്ടാവല്ലാത്ത മുഴുവൻ സംവിധാനങ്ങളെ ഭയപ്പെടുന്നു, സൃഷ്ടാവിനെ മാത്രം ഭയപ്പെടുന്നില്ല. അത് വിശ്വാസികൾ വിലയിരുത്തേണ്ട കാര്യമാണ്. പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കും കുറവുകളില്ല. പക്ഷേ സർവ്വതും നിയന്ത്രിക്കുന്നുവെന്ന് പറയുന്ന കണ്ടനാടിയേക്കാൾ സമീപസ്ഥനായ സൃഷ്ടാവിന് കാര്യങ്ങൾ ഏൽപ്പിച്ച് അവന്റെ തീരുമാനം സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന ഒരു വിശ്വാസത്തിന്റെ കരകളഞ്ഞ നിലപാട് സ്വീകരിച്ച് സമർപ്പണ ബോധത്തോടെ ഒരു പൗരനെന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ പ്രാപ്തി നേടുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു, നമുക്ക് കറകളഞ്ഞ നിലപാട് വേണം. വിശ്വാസിക്ക് അല്ലാഹുവിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ രാജ്യം ഇങ്ങനെ ആയിത്തീർന്നു. നമ്മളിങ്ങനെ ചരിത്രം പറയും, ലോകത്ത് 15 വന്നാൽ പോരാളികളുടെ ചരിത്രമാണ്. ദിനത്തിലും അതാണ് പറയാ, അവരൊക്കെ രാജ്യം എത്തിച്ചത്. എന്നാൽ നമ്മൾ സാധാരണ പറയില്ലടാ, അത്ത ഉണ്ടാക്കി തന്ന മുതലാളി, അച്ഛനുണ്ടാക്കി തന്ന മുതലാളി, വാപ്പ ഉണ്ടാക്കി തന്ന മുതലാ, നീ ദൂർത്തടിക്കണ്ടേ എന്ന് പറയും. ഇന്നൊരു കാര്യം സംസാരിക്കുമ്പോൾ ഒരാൾ പറയാണ്, അത് അവരുടെ പിതാവ് ഉണ്ടാക്കിയ മുതലാണ്, അതാണ് ആ മക്കൾക്ക് ദണ്ണമില്ല. ഈ രാജ്യം നമുക്ക് രൂപപ്പെടുത്തി തന്നില്ല നമ്മുടെ പൂർവികരെ. അത് തകരുതെന്നൊരു രാഷ്ട്രീയം നമുക്ക് വേണ്ടേ, അത് സംരക്ഷിക്കണമെന്ന രാഷ്ട്രീയം നമുക്ക് വേണ്ടേ, ഒരു നിലപാട് നമുക്ക് വേണ്ടേ, തലമുറയ്ക്ക് ജീവിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പ്രസ്താവനകൾ ആ നിലയിൽ വിലയിരുത്തണം. ഇത് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, സാമ്പ്രദായിക പാർട്ടികൾ അതിനെ കൃത്യമായി പ്രവർത്തിക്കുന്നവർ അവലോകനം ചെയ്യേണ്ടത്. വ്യക്തിപരമായ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി നടത്തേണ്ടതല്ല രാഷ്ട്രീയ പ്രവർത്തനം. അതിന്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തുകയാണ്. അതിന്റെ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന മഹത്വത്തെ കളങ്കപ്പെടുത്തുകയാണ്. വൈര്യമില്ലാത്ത നിലപാടാണ് നമ്മുടെ രാഷ്ട്രീയം. നമുക്ക് ഈ രാജ്യം, ഞാൻ പറയുന്നു, ഈ രാജ്യം എന്തിൽ നിന്നാണ് മോചിതമായത്? വൈദേശികാധിപത്യത്തിൽ മാത്രമല്ല. നമ്മൾ ചരിത്രത്തെ അങ്ങനെയല്ല വിശകലനം ചെയ്യുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ വൈദേശിക രാഷ്ട്രീയ അധികാരം ഉപേക്ഷിച്ചു പോയപ്പോൾ ഭരണഘടന നമുക്ക് നൽകിയ സാമൂഹ്യ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഭരണഘടന രൂപപ്പെട്ട ഇന്ത്യ അല്ലായിരുന്നുവെങ്കിൽ, ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മുടെ തലമുറയ്ക്ക് അക്ഷരം പഠിക്കാൻ അവസരം ഉണ്ടാവില്ല. അക്ഷരം പഠിക്കുന്നവന്റെ നമുക്കറിയാലോ അവത്തെന്തായിരുന്നു? ഏകലവ്യന്റെ വിരൽ മുറിച്ച നാടാണ് ഇന്ത്യ. നമ്മൾ അറിയണം, നമ്മുടെ നാട്ടില് ഇരാളിന് വഴി നടക്കാൻ പറ്റൂല. എന്തുകൊണ്ട് വഴി നടക്കാൻ പറ്റി? അവർ ഭരണഘടന അവകാശം കൊടുത്തു. അതുകൊണ്ടാണ് ആ ഭരണഘടന മാറ്റുന്നുവെന്ന് പറയുന്ന ഇത്തരം ഒരു സാഹചര്യത്തിൽ അത് സംരക്ഷിച്ച് തലമുറയ്ക്ക് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു രാഷ്ട്രീയം സ്വീകരിക്കണം. കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. ചിലപ്പോ ചോദിക്കൂലേ, 10-70 വയസ്സായി, കച്ചവടം നിർത്താറായില്ലേ, അപ്പൊ എന്താ പറയാ? ചില കാര്യം കൂടിയുണ്ട്. 4ാമത്തെ മോനക്ക് ഒരു 10 സെന്റ് മേടിച്ച ഒരു വീട് കൂടി കെട്ടണം. ആയിക്കോട്ടെ, അത് വേണം. പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, അവനവന്റെ എല്ലാവരുടെയും അവരുടെ വീടുകള്, അവരുടെ സമ്പത്ത്, അവരുടെ തലമുറ, ഇതെല്ലാം സുരക്ഷിതമായി ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കുന്ന ഒരു രാഷ്ട്രീയം രൂപപ്പെടുത്താനും അത് വളർത്താനും അത്തരം സാഹചര്യം ഒരുക്കാനും എന്ത് ചെയ്തുവെന്ന ചോദ്യത്തിന്റെ മറുപടി എന്താണ്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞ അവസാനം, അതാണ് ഈ രാഷ്ട്രീയ, അതാണ് മഹത്വമുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ആരെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു, അത് നമുക്ക് പാടില്ല. അത് കക്കാനുള്ളതല്ല, അത് പിടിച്ചു പറിക്കാനുള്ളതല്ല, അത് തോന്നിവാസത്തിനുള്ളതല്ല, രാഷ്ട്രസേവനത്തിനുള്ളതാണ്. അഥവാ രാഷ്ട്രനിവാസികളുടെ ക്ഷേമോന്മുഖമായ കാര്യങ്ങൾക്കുള്ളതാണ്. ഭരണഘടന നടപ്പിലാക്കാനും നിലനിർത്താനുമുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനം. നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഗ്രാമത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത്തരം ഒരു പുനർചിന്തനവും ഒരു പുനർഭാവനയും രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്കുണ്ടാകണം. ഇത് മോശമാണെന്ന് പലരും തെറ്റിദ്ധരിപ്പിച്ചത് മാന്യന്മാര് വിട്ടുനിൽക്കാനാണ്. മാന്യന്മാര് വിട്ടുനിന്നത് കൊണ്ടാണ് തിന്മയുടെ ശക്തികൾ രാഷ്ട്രീയ മേലാളന്മാരായി മാറിയത്. അതുകൊണ്ട് ആ സാമ്പ്രദായിക തെറ്റിക്കൊണ്ട് ഇന്ത്യക്ക് വേണ്ടി രാഷ്ട്രീയം തെരഞ്ഞെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നാടിന് നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയം തെരഞ്ഞെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതിൽ വരമ്പില്ലാതെ സർവ്വജനങ്ങളും സ്വതന്ത്രമായതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഒരു നാടിൽ ഇതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് വരുന്ന പ്രവർത്തകർ നമ്മുടെ നാട്ടുകാരാണ്. ഞാൻ ഉൾപ്പെടെ ഒരു നാടിന്റെ ആളുകളാണ്.
നമുക്ക് വ്യക്തിപരമായി പല അകർച്ചകളും ഉണ്ടാകാം, ആക്ഷേപങ്ങളും ഉണ്ടാകാം. അതിനപ്പുറത്ത് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ സത്യസന്ധമായി കാണാൻ എന്ത് ആക്ഷേപം എന്നതിനെ പറഞ്ഞാലും നമ്മുടെ മനസാക്ഷി ഇതിനെ വിചാരണ ചെയ്യണം. എന്താ CPM പറഞ്ഞാൽ ഇതൊന്നും കുഴപ്പമാണ്, കോൺഗ്രസ്സുകാരും പറയാതെ അതെ അതെന്ന് പറഞ്ഞാൽ വോട്ടിന്റെ കാര്യത്തിലല്ലാത്ത ഒരു കുഴപ്പമാണെന്ന് പറഞ്ഞു. ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് എന്ത് കുഴപ്പാ? നമ്മുടെ നാട്ടിലിപ്പോ ഇതിന്റെ പ്രവർത്തകരുണ്ട്, നമ്മളൊക്കെ ഇതിന്റെ ആളുകളാണ്. എന്ത് കുഴപ്പം? രാഷ്ട്രീയമുണ്ട്, സാമ്പ്രദായിക ചൂഷണം അറിയില്ല, നിഗളിപ്പില്ല. ഞാൻ പറയുന്നത് പിന്നെ വേറെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നാട്ടുകാരെന്നുള്ള പ്രശ്നമാണ്. ഓരോ നാട്ടിലും എന്റെ നാട്ടിൽ എനിക്ക് കുറവുണ്ട്, ഈ പാർട്ടിയുടെ ആശയത്തിന്റെ കുറവല്ല. അതുകൊണ്ടല്ല നമ്മൾ വിയോജിപ്പ് കാണേണ്ടത്, ഈ ആശയത്തെയാണ് നമ്മൾ കാണേണ്ടത്. നിർഭയ രാഷ്ട്രീയം, ഭയമില്ലാത്ത ഇന്ത്യ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയാശയത്തിന്റെ സാമൂഹ്യ ചിന്താധാരകൾ 3 പതിറ്റാണ്ട് കാലമായി ഈ രാജ്യത്തെ ഫാക്ഷത്തിന്റെ അപകടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, അവസാനം ഈ പാർട്ടി പറഞ്ഞു മോഡി ഇന്ത്യ ഭരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞില്ല, വെറുതെ പറയാതെ. സഹോദരൻ KM ഷാജി ഉൾപ്പെടെ പറഞ്ഞു സുഡാപ്പികൾ വെറുതെ പറയാം മോഡി ഇന്ത്യ ഭരിക്കൂലെന്ന്. നമ്മൾ പറഞ്ഞു ഇതിന്റെ